ഹലോ ഹലോ, എന്തുണ്ട് വിശേഷം? ഹേയ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എന്നത്തെയും പോലെ ഒരു ട്രാവൽ വ്ളോഗല്ല കേട്ടോ. നമ്മൾ ഒരിടത്തും പോകുന്നില്ല. നമ്മൾ പോകുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് കുര്യൻ്റെ വീട്ടിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് കുര്യൻ എനിക്ക് കേരള സ്റ്റൈൽ ഗ്രേപ്പ് വൈൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിച്ച് തരാൻ പോവാണ്. സോ സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് ലെറ്റ്സ് മേക്ക് സം ഗ്രേപ്പ് വൈൻ. തുടങ്ങിയോ? വൈൻ ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സാധനം വാങ്ങിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ കുര്യനോട് ചോദിച്ചു എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടത്. അപ്പോൾ കുര്യൻ എനിക്ക് റെസിപ്പിയുടെ കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. കുര്യൻ പറഞ്ഞ ലിസ്റ്റ് അനുസരിച്ചുള്ള സാധനങ്ങൾ ഗ്രോസറി സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുര്യൻ്റെ വീട്ടിലോട്ട് പോവാണ്. അത് കഴിഞ്ഞ് നമ്മൾ വൈൻ ഉണ്ടാക്കുന്നതായിരിക്കും. കഥാനായകൻ ആയിട്ടുള്ള നമ്മുടെ ഗ്രേപ്സ് ആണ്. ബ്ലാക്ക് ഗ്രേപ്സ് വാങ്ങിക്കാനാണ് കുര്യൻ പറഞ്ഞത്, പക്ഷേ ബ്ലാക്ക് ഗ്രേപ്സ് ഇല്ല. സോ ഐ ഗോണ ടേക്ക് ദീസ് റെഡ് ഗ്രേപ്സ്. ഹലോ കുര്യൻ, എന്തുണ്ട് വിശേഷം? ഇതെൻ്റെ ഫ്രണ്ട് കുര്യനാണ് ഇന്ന് നമുക്ക് വൈൻ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. കുര്യൻ വൈൻ ഉണ്ടാക്കാൻ മെയിൻലി പഠിച്ചത് അമ്മ വീട്ടിൽ നിന്നായിരുന്നു. എൻ്റെ അങ്കിൾമാരവിടെ എപ്പോഴും എല്ലാ ക്രിസ്മസിനും വൈൻ ഉണ്ടാക്കും. അപ്പം ക്രിസ്മസ് ആവുന്ന ആ സമയത്ത് നമുക്ക് എപ്പോഴും അവിടെ പോയി ആ വൈൻ കുടിക്കാൻ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് നാട്ടിൽ നിന്നൊക്കെ പോന്നു കഴിഞ്ഞപ്പം ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയത് ഹൈദരാബാദിൽ നിന്നായിരുന്നു. അവിടെ നിന്നപ്പം എനിക്ക് വൈൻ ഉണ്ടാക്കണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച റെസിപ്പി നോക്കി അപ്പോഴാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ ഇവിടെ കാനഡ വന്നതിന് ശേഷം കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് വീണ്ടും ഉണ്ടാക്കി. അത് കാരണമാണ് എല്ലാ വർഷവും കുറച്ച് വൈൻ ഉണ്ടാക്കി ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുക എന്നുള്ള രീതിയിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തു. ഞാനത് കുടിച്ചായിരുന്നു. കാരണം കുര്യൻ ഈ പറഞ്ഞ വൈൻ കഴിഞ്ഞ വർഷം കുര്യൻ ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ക്രിസ്മസ് പാർട്ടിക്ക് തന്നായിരുന്നു. ഇറ്റ് വാസ് റിയലി അമേസിങ്. അത് കാരണമാണ് എനിക്കിപ്പം കുര്യൻ്റെ വൈൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പഠിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായത്. സോ ആരാണ് ഇത് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്? അങ്കിൾമാരല്ലേ? എൻ്റെ റെസിപ്പിയൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ? വൈൻ ഉണ്ടാക്കുന്നത് നമ്മൾ നാട്ടിൽ സീഡ്ലെസ് ആയിട്ടുള്ള ബ്ലാക്ക് മുന്തിരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ നമുക്ക് ബ്ലാക്ക് എപ്പോഴും കിട്ടാറില്ല, കാരണം റെഡ് മുന്തിരി ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം മെയിൻലി മുന്തിരി ക്ലീൻ ചെയ്തെടുത്ത് അത് നമ്മൾ കുറച്ച് നേരം മഞ്ഞളിലും ഉപ്പും ഇട്ട് കുറച്ച് നേരം അത് സോക്ക് ചെയ്ത് വെക്കണം, അതിൻ്റെ അകത്ത് ജേംസ് ഒക്കെ ഒന്ന് നശിച്ചു പോകാനായിട്ട്. അതിന് ശേഷം നമ്മൾ അതെടുത്ത് കുറച്ച് നേരം ബോയിൽ ചെയ്യണം. ഇത് കുറച്ചുകൂടെ എളുപ്പമുള്ള റെസിപ്പിയാണ്. കാര്യം നമ്മൾ പെട്ടെന്ന് ആ ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഉണ്ടാക്കാൻ നോക്കുമ്പം നമുക്ക് ആ ഒരു ഡിസംബർ 25 മുമ്പ് അത് റെഡിയായി കിട്ടണമെന്നില്ല. അപ്പോൾ ഇതൊരു 2 വീക്സിനുള്ളിൽ റെഡി ആവുന്നൊരു റെസിപ്പിയാണ്. അപ്പം ആ ഒരു മുന്തിരി എടുത്ത് ബോയിൽ ചെയ്യുക, ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് വന്നാൽ മതി. അതിനുശേഷം ഇപ്പോൾ ആ വെള്ളത്തിലേക്ക് കുറച്ച് കളറും ഇറങ്ങും മുന്തിരിയിൽ നിന്ന്. പിന്നെ ആ ഒരു മുന്തിരി കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഈ മുന്തിരി കഴുകി ഉണക്കി എല്ലാം വൃത്തിയാക്കി എടുക്കുന്ന ആ ഒരു എക്സ്ട്രാ വലിയൊരു ടാസ്ക് ഒഴിവായി കിട്ടും. കാര്യം ആ ചൂടുവെള്ളത്തിൽ ജേംസ് എല്ലാം നശിച്ചു പോകും. പിന്നെ അതൊന്ന് കൂളായതിനു ശേഷം അതിൻ്റെ വെള്ളത്തിലേക്ക് നമുക്ക് 1 കിലോ മുന്തിരിക്ക് നോർമലി ഒരു 800 ഗ്രാം പഞ്ചസാരയാണ് ഇടുന്നത്. അത് ഇച്ചിരി കൂടുതലാണ്. ഞാൻ ഇപ്പോൾ എപ്പോഴും ഒരു നോർമലി 600 ഇടും, കാര്യം അത്രയും സ്വീറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം 1 കിലോയ്ക്ക് ഒരു 600 ഗ്രാം വെച്ചിട്ടിട്ട് അതൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് എടുക്കണം. എന്നിട്ട് നമ്മൾ എല്ലാം കൂളായതിനു ശേഷം ആദ്യം ഭരണിയിലേക്ക് അല്ലെങ്കിൽ ജാറിലേക്ക് നമ്മൾ ആ മുന്തിരി ഇടണം. പിന്നെ അതിൻ്റെ അകത്തേക്ക് ആ പഞ്ചസാര അലിയിച്ച വെള്ളം ഒഴിക്കണം. പിന്നെ ഇതിൻ്റെ ലഹരി കിട്ടാനായിട്ട് നമ്മൾ ഗോതമ്പ് ചേർക്കുന്നത്. സൂചി ഗോതമ്പ് അല്ലെങ്കിൽ നോർമൽ ഗോതമ്പിൻ്റെ ഗ്രെയിൻസ് ഉണ്ട്, അതിടുക. പിന്നെ നമുക്ക് വേണ്ട സ്പൈസസ്, അതായത് കാർഡമം, സിനമൺ സ്റ്റിക്സ്, സ്റ്റാർ അനീസ്, പിന്നെ ക്ലവ്സ്, ഇതെല്ലാം ഇടുക. പിന്നെ ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈസ്റ്റ് ഇടണം. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൂളായതിനു ശേഷം മാത്രമേ നമ്മൾ ഈസ്റ്റ് ഇടാവുള്ളൂ, അല്ലെങ്കിൽ ആ ബാക്ടീരിയ നശിച്ചു പോകും. കൂളായതിനു ശേഷമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് എയർ ടൈറ്റ് അല്ലാത്ത ഒരു കണ്ടെയ്നറിൽ അടച്ചു വയ്ക്കുക. എയർ ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഗ്യാസ് ബിൽഡപ്പായി ഒരു ഇഷ്യൂ ആകും, ചിലപ്പം സ്പില്ലാകുകയൊക്കെ ചെയ്യും. അപ്പം എയർ ടൈറ്റ് അല്ലാത്തൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. പിന്നെ ഒരു കൂൾ ഡാർക്ക് പ്ലേസിലേക്ക് സ്റ്റോർ ചെയ്ത് ഒരു 2 വീക്സ് എടുക്കും. അതിനിടയ്ക്ക് നമ്മളൊരു 3 ദിവസം കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു 1 വീക്ക് കഴിയുമ്പം ആ ഗ്രേപ്സ് ഫിൽറ്റർ ചെയ്ത് മാറ്റും. സോ നമ്മുടെ കേരള ഗ്രേപ്പ് വൈൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ, അതെങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നതെന്നും, അല്ലെങ്കിൽ ഇത് പണ്ടേ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണോ കേരളത്തിൽ, അതോ പിന്നെ എപ്പോഴെങ്കിലും ആരെങ്കിലും വേറൊരു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ നമ്മുടെ നാട്ടിലോട്ട് ഈ വൈനിൻ്റെ
മേക്കിംഗ് ഓഫ് ദിസ്? നമുക്ക് മെയിനായിട്ടുണ്ടായിരുന്നത് മറ്റേ ചഡിയാണ് നമ്മൾ പണ്ട് തൊട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. കള്ളായിരുന്നു നമ്മൾ പണ്ട് തൊട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഫസ്റ്റ് സെഞ്ചുറി തൊട്ട് സിറിയൻ ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു കേരളത്തിൽ. അപ്പോൾ അവർക്ക് ഈ ഫ്രൂട്ട് ഫെർമെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ കള്ള് ഫെർമെൻറ്റ് ചെയ്തെടുക്കുക ആ ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 16th സെഞ്ചുറിയിൽ പോർച്ചുഗീസ് വന്ന സമയത്താണ് അവർക്ക് ക്രിസ്മസിൻ്റെ സമയത്ത് ഫ്രൂട്ട് കേക്ക്സും വൈനും ഒരു ട്രഡീഷനായിരുന്നു. അപ്പോൾ അത് നമ്മളൊന്ന് അഡാപ്റ്റ് ചെയ്ത് നമ്മുടെ രീതിയിലേക്ക് മാറ്റി. ഇവർ മുൾഡ് വൈൻ ഉണ്ടാക്കുമല്ലോ. ശരിക്കും പറഞ്ഞാൽ മുൾഡ് വൈൻ എന്ന് പറയുമ്പം മുമ്പത്തെ ആൾക്കാർ ആ ടേൺ ആയി പോയ വൈൻ, ചെറുതായിട്ട് കേടായ വൈൻ അവർക്ക് സെല്ല് ചെയ്യാനായിട്ട് അവരത് കുറച്ച് സ്പൈസസ് ഇട്ട് ഹീറ്റ് ചെയ്യുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതാണ് മുൾഡ് വൈനായിട്ട് ക്രിസ്മസ് മാർക്കറ്റ്സിലൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുക. അതായത് വൈൻ, നമ്മളൊരു നോർമൽ വൈൻ അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് സ്പൈസസ് ഇട്ട് ഹീറ്റ് ചെയ്യും. അത് ഒരു ഹോട്ട് വൈനായിട്ട് തന്നെ ക്രിസ്മസ് മാർക്കറ്റ്സിൽ നമ്മൾ കൊടുക്കും. അതിനെയാണ് മുൾഡ് വൈൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു സിമിലർ ട്രഡീഷൻ പോർച്ചുഗീസുകാർക്കുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നിന്ന് നമ്മൾ അഡാപ്റ്റ് ചെയ്തതാണ് ആ ഒരു വൈൻ ഉണ്ടാക്കുക എന്നുള്ളൊരു പ്രൊസീജിയർ. പിന്നെ അത് വളരെ പോപ്പുലറായി. ഒരു 1950s വന്നു കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര പോപ്പുലറായി. എല്ലാ കുടുംബത്തിലും ആരെങ്കിലുമൊക്കെ എപ്പോഴും വൈൻ ഉണ്ടാക്കി എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നൊരു കൾച്ചർ വന്നു. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇത് ഭയങ്കര പോപ്പുലറായി. ചർച്ചസിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും, എല്ലാ വീടുകളിലും അവൈലബിൾ ആയിരിക്കും. ക്രിസ്മസിൻ്റെ സമയത്ത് കേരളത്തിലെ ഏതൊരു ക്രിസ്ത്യൻ വീട്ടിൽ പോയാലും നമുക്ക് ആ ഒരു വൈൻ അവിടെ ഉണ്ടാവുമായിരിക്കും. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഒറിജിനായിട്ട് പറയുന്നത്. എൻ്റെ വീട്ടിലൊക്കെ അവർ നെല്ലിക്ക കൊണ്ടും വൈൻ ഉണ്ടാക്കാറുണ്ട്. മുന്തിരി കൊണ്ട് മാത്രമല്ല, പല സാധനങ്ങൾ കൊണ്ട് നമ്മൾ വൈൻ ഉണ്ടാക്കാറുണ്ട് അല്ലേ നാട്ടിൽ? ഏകദേശം നമുക്ക് വൈൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എൻ്റെ ഒരു അങ്കിളാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ എന്ത് സാധനം വെച്ചിട്ടും വൈൻ ഉണ്ടാക്കും. ഇടയ്ക്കൊരു തവണ ചാമ്പയ്ക്ക വെച്ചിട്ടുണ്ടാക്കിയായിരുന്നു. അത് കുറച്ച് നല്ല രീതിയിൽ ആൽക്കഹോളിക് ആയിരുന്നു. അത് പെട്ടെന്ന് നമുക്ക് ആ ഒരു കിക്ക് കിട്ടുന്ന രീതിയിൽ ഭയങ്കര ആൽക്കഹോളിക് ആയിരുന്നു ആ ഒരു ഡ്രിങ്ക്. പിന്നെ ഒരു തവണ നെല്ലിക്ക വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളി ഓരോ വർഷവും പുതിയ എന്തെങ്കിലുമായിട്ട് ട്രൈ ചെയ്യും. ഞാൻ ഇവിടെ വന്നപ്പം കഴിഞ്ഞ വർഷം ഞാൻ ബ്ലൂബെറി വെച്ച് ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ അത് അത്രയ്ക്ക് ആ ഒരു വൈൻ പോലെ ടേസ്റ്റ് ഒന്നുമില്ല. അതൊരു കുറച്ചുകൂടെ ബിയറിൻ്റെ ടേസ്റ്റ് ആയിരുന്നു വന്നത്. പിന്നെ എനിക്കിപ്പം ഞാൻ ആ ഫെർമെൻറ്റേഷൻ്റെ ജാറൊക്കെ എക്സ്ട്രാ കുറച്ച് വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് ഇനി പോകുമ്പോൾ സ്ട്രോബെറി വെച്ചിട്ടുണ്ടാക്കണമെന്നുണ്ട്. അങ്ങനെ പലതര വൈനിൻ്റെ ഓപ്ഷൻസ് ഞാൻ അങ്ങനെ കണ്ടു. അപ്പം സെയിം പ്രൊസീജിയർ തന്നെയാണ്. കാര്യം ഫ്രൂട്ട്സ് ഉണ്ട്, അത് ഫെർമെൻറ്റ് ചെയ്ത് നമുക്ക് വൈൻ ഉണ്ടാക്കുന്നത് പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കുര്യൻ്റെ ഈ വൈൻ ഉണ്ടാക്കുന്ന രീതിയൊക്കെ പഠിച്ചിട്ട് വേണം എനിക്കും ഇതുപോലെ പല ഫ്രൂട്ട്സ് കൊണ്ട് ട്രൈ ചെയ്യാൻ. പൈനാപ്പിൾ കൊണ്ട് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം, എങ്ങനെയുണ്ടെന്ന് നോക്കണം. സ്വീറ്റ് ആയിരിക്കും അല്ലേ കുറച്ച്? ഓക്കെ, എന്തായാലും നമുക്ക് വൈൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. കമോൺ. അപ്പം നമ്മളിപ്പം മുന്തിരി കഴുകാൻ പോവാം അല്ലേ? 1 മണിക്കൂർ സോക്ക് ചെയ്യണം. അതെ, ഞാനും ഹെൽപ്പ് ചെയ്യാം. സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മളത് വാഷ് ചെയ്തിട്ട് സോക്ക് ചെയ്ത്. ഓക്കെ, അപ്പം എന്തൊക്കെയാ കുര്യൻ ഇത്? നമുക്കപ്പോൾ അത് സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഗ്രേപ്സ്, പിന്നെ ഒരു സോക്ക് ചെയ്യാൻ നേരം എന്തൊക്കെയാ ഇട്ടേ? നമ്മൾ മഞ്ഞളും ഉപ്പും ഇട്ട് സോക്ക് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ഒരു 100 ഗ്രാം സൂചി ഗോതമ്പ് അല്ലെങ്കിൽ ഒരു നോർമൽ ഗോതമ്പ് ആണെങ്കിലും മതി. പിന്നെ കുറച്ച് കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, സ്റ്റാർ അനീസ് അല്ലേ? സ്റ്റാർ അനീസ്. പിന്നെ നമ്മൾ എത്ര പഞ്ചസാര? അപ്പോൾ നമ്മൾ 1 കിലോ ഗ്രേപ്സ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് ഒരു 700 ഗ്രാംസ് പഞ്ചസാര ഇപ്പോൾ എടുത്തിരിക്കുന്നത്. 600 എന്നല്ലേ പറഞ്ഞത്? 600. 700 കൂടുതൽ മധുരം വേണമെങ്കിൽ അല്ലേ? അതെ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആ മുന്തിരിങ്ങ ബോയിൽ ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ മുന്തിരിങ്ങ നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റാം അടുപ്പത്ത്. നമ്മൾ ഗ്രേപ്സിനെ നമ്മൾ തണുക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. പിന്നെ നമ്മൾ ആ വെള്ളവും തണുക്കാൻ വെക്കണം അല്ലേ? ഇതിന് നല്ലൊരു പിങ്ക് കളർ വരുന്നുണ്ടല്ലേ? അതെ, ഇപ്പം ആ ഗ്രേപ്സിൻ്റെ കളർ ചെറുതായിട്ട് ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പം
വൈൻ ഏകദേശം ഈ ഒരു കളറായിരിക്കും നമുക്ക് എൻ്റെയിലുണ്ട്. ലാസ്റ്റ് ടൈം എനിക്ക് കുര്യൻ തന്ന വൈന് സെയിം കളറായിരുന്നു, പിങ്ക് കളർ. ബ്ലാക്ക് ഇടുമ്പോൾ നമുക്ക് നോർമലുള്ള റെഡ് വൈൻ്റെ ആ ഒരു കളർ വരും. നമ്മൾ റെഡ് ഗ്രേപ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്, കാരണം ഒരു പിങ്ക് കളർ വന്നേക്കുന്നത് അല്ലേ. അതെ. ഇത് ഞാനിപ്പോൾ ഓൾറെഡി 2 ആഴ്ച മുമ്പ് ഇവിടത്തേക്കായിട്ട് ഉണ്ടാക്കി വെച്ച വൈൻ. അപ്പം അത് ഏകദേശം ആവാറായിട്ടുണ്ട്. പക്ഷെ ഞാനത് കുറച്ചുകൂടെ നാളത്തേക്ക് വെക്കാൻ കുറച്ചുകൂടെ വീര്യം ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇതാക്കാൻ. അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഓൾറെഡി കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജ്യൂസ് നല്ല രീതിയിൽ ഇറങ്ങിക്കോളും. ഇതിപ്പോൾ ബ്ലാക്ക് ഗ്രേപ്സ് ആയ കാരണമാണ് ഈ ഒരു കളർ വന്നത്, നമ്മളെ ഒരു പിങ്ക് ഷെയ്ഡ് അല്ലാതെ. ഇങ്ങനെ നമ്മൾ ക്രഷ് ചെയ്ത് കൊടുക്കണം അല്ലേ, അതെ, ആ ജ്യൂസ് പുറത്ത് വരാനായിട്ട്. പിന്നെ അടിയിൽ ആ ഗ്രെയിൻസ് ഒക്കെ അടിയിൽ സെറ്റിൽ ആകും. അപ്പൊ അതും ഒന്ന് ജസ്റ്റ് ഇളക്കി ഇതിൽ വുഡൻ സ്പൂൺ ഉപയോഗിക്കുന്ന സ്റ്റീലാണെങ്കിൽ അത് ചിലപ്പോൾ ഫെർമെന്റേഷൻ എഫക്ട്. ഓക്കെ. ഈ ജാറിന്റെ മേളിൽ കാണുന്ന ഇതെന്താണ്? അത് മറ്റേ ഗ്യാസ് ട്രാപ്പ് ചെയ്തിടാനോ കുറെ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആവും. ഓക്കെ. ആ റിയാക്ഷനുകൾ അതാണ് ശരിക്കും ഇതിനെ ഭയങ്കര പ്രഷർ അതിൻ്റെ അകത്ത് കൂടുന്നത്. അപ്പൊ അത് റിലീസ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ട്രാപ്പായി കിടന്നു. ഓക്കെ. അപ്പം ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചേ? ഇത് ആമസോണിൽ നിന്നായിരുന്നു എടുത്തത്. ഇത് പിക്കിൾസും വൈനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഗ്യാസ് ട്രാപ്പ് ചെയ്ത് എടുക്കുന്നതാണ് അല്ലേ. ഇനിയെല്ലാം നമ്മൾ ഗ്രേപ്സ് എല്ലാം കൂടെ ഏറ്റവും അടിയിലേക്ക് ഇടുക. ശേഷം നമ്മൾ പഞ്ചസാര അലിയിപ്പിച്ച് വെച്ച ചൂടാക്കിയ വെള്ളം. ഇത് തണുത്ത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ കുറച്ചു നേരം വെച്ചല്ലോ? തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ളൂ, അല്ലെങ്കിൽ ആ ചൂടിൽ ഈസ്റ്റ് ശരിക്കും വർക്ക് ചെയ്യില്ല. ഈസ്റ്റ് ആഡ് ചെയ്യണം അല്ലേ? നമ്മൾ ഈസ്റ്റ് നേരത്തെ കാണിച്ചതായിരുന്നു. ഈസ്റ്റ് ആഡ് ചെയ്യാം. അത് രണ്ടും ആഡ് ചെയ്ത് കറക്റ്റ് എമൗണ്ട് ആണ്. ആ ഒരു കറക്റ്റ് സ്പേസ് നമ്മൾ മുകളിൽ ലീവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ കുറച്ച് റേസ് ആയി വരും. അപ്പം ഈ സ്പൈസസ് ഒക്കെ അപ്പം നമ്മൾ പിന്നെയാണ് ആഡ് ചെയ്യുന്നത്? അല്ല, ഇപ്പം എല്ലാം നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമ്മളെല്ലാം കൂടെ ആഡ് ചെയ്യാണ്. ഓക്കെ. ഇപ്പം മറ്റേ എല്ലാ സ്പൈസസും ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് പിന്നെ നമ്മുടെ ഗോതമ്പ് ഇടുക. പിന്നെ ഈസ്റ്റ് അപ്പം നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിക്കണം? ഇല്ല, ഈസ്റ്റ് ജസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി. ഈസ്റ്റും ഒരു 1 ടീസ്പൂൺ ഇട്ടാൽ മതി. ഇത് ചെറിയ കുറച്ചുകൂടെ വലിയ സ്പൂണാണ്, അതിൻ്റെ പകുതി. ഇത് മിക്സ് ചെയ്യണം. ഇതിപ്പം അടച്ചു വെച്ചാലും പ്രശ്നമില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത്. അല്ലെങ്കിൽ ഈ ഗോതമ്പൊന്നും വെള്ളത്തിനടിയിൽ, ഈസ്റ്റ് ഒന്നും വെള്ളത്തിനടിയിൽ പോകത്തില്ല. പക്ഷെ ഇത് പതുക്കെ ഇതിൻ്റെ അകത്ത് എയറായി വരും. ജസ്റ്റ് ഒന്ന് ഇതാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇനി പതുക്കെ ബാക്കി തന്നെ അത് മിക്സ് ആയിക്കോളും. ഇത് കഴിഞ്ഞിട്ട് ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ? അപ്പം ഇതിപ്പോൾ മിക്സായി കൊടുത്തിട്ടുണ്ട്. നമ്മളപ്പം അതൊരു 3 ദിവസം നമ്മൾ അടച്ചു വയ്ക്കണം. അപ്പം ഒരു തുണി ഇട്ട് കവർ ചെയ്ത് വെച്ചാൽ മതി. അപ്പം എയർ ലീക്ക് ആവാനുള്ള ഒരു സ്പേസ് ഇതിന് വേണം. അതിനുശേഷം ആ 3-ാമത്തെ ദിവസം ഒന്ന് ജസ്റ്റ് വീണ്ടും ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 3-4 ദിവസം കൂടെ വയ്ക്കുക. എന്നിട്ട് ആ ഗ്രേപ്സ് ഉള്ള ആ ഒരു സോളിഡ് ആയിട്ടുള്ള മാറ്റർ ഒരു ചീസ് ക്ലോത്ത് വല്ലതും വെച്ചിട്ട് ഫിൽറ്റർ ചെയ്ത് മാറ്റുക. നോർമൽ തുണിയാണെങ്കിലും മതി. നാട്ടിലൊക്കെ തോർത്ത് വെച്ചിട്ടാണ്, പുതിയ തോർത്ത് വാങ്ങിച്ച് അത് വെച്ചിട്ടാണ് ഫിൽറ്റർ ചെയ്യുന്നത്. ഇവിടെ അത് ഇല്ലാത്ത കാരണം ഞാൻ ചീസ് ക്ലോത്ത് വെച്ച് വാങ്ങിച്ചിട്ട് അത് വെച്ച് ഫിൽറ്റർ ചെയ്തിടുന്നു. എന്നിട്ട് ബാക്കിയുള്ള വൈൻ ഇതിൻ്റെ അകത്ത് തന്നെ വെച്ച് ഫെർമെന്റ് ചെയ്യും. ഓക്കെ.
അങ്ങനെ നിങ്ങൾക്ക് കുര്യൻ്റെ കേരള സ്റ്റൈൽ ഗ്രേപ്പ് വൈൻ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് വേണ്ടി ഈ ഗ്രേപ്പ് വൈൻ റെസിപ്പി ഷെയർ ചെയ്ത് തന്ന കുര്യന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. പിന്നെ ഈ വ്ളോഗ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുവരെ കണ്ടു നിന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. സോ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും see you soon. Bye.